വെൽക്കം ബാക്ക് ടു 919 സ്പോട്ട്ലൈറ്റ്. 919 സ്പോട്ട്ലൈറ്റിൽ സംവിധായകൻ ലാൽ ജോസ്, കൂടെ ഞാൻ നീത. സ്പോട്ട്ലൈറ്റ് കണ്ടിന്യൂ ചെയ്യണം. എനിക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കാലോ? തീർച്ചയായിട്ടും. ഒരുപാട് പെൺകുട്ടികളെ ഇൻട്രൊഡ്യൂസ് ചെയ്താണ് സിനിമയിൽ. കാവ്യ മാധവൻ മലയാളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നായികയായിട്ട് വലുതായി. സമൃദ്ധ സുനിൽ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആയി. ആൻ അഗസ്റ്റിൻ കുറെ സിനിമകൾ ചെയ്തു. 4 പേര് അറിയുന്ന ഒരു പെങ്കൊച്ചിനെ പറ്റി എന്തും പറയാം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ചും സിനിമയൊക്കെ ആകുമ്പോഴേ ഈ പുറത്ത് പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങളിൽ എത്രത്തോളം സത്യമുണ്ട്, ഇതിൽ എത്രത്തോളം ഗോസിപ്പുണ്ട്. രാജ് കപൂറിനെ കുറിച്ച് അന്ന് പറഞ്ഞിരുന്ന കഥകളുണ്ട്. രാജ് കപൂർ ഒരു നായികനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിന്റെ ഡിസ്കഷൻ സമയം, സോങ് കമ്പോസിങ് സമയം തൊട്ട് അദ്ദേഹത്തോടൊപ്പം താമസിക്കും അത്ര ഈ നായിക. അത് പാണന്മാർ പാടി നടന്ന വെറും കഥയാണെന്ന് എനിക്ക് മനസ്സിലായത് എന്റെ സിനിമയിലെ നായികമാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇതുപോലെയൊക്കെ ആളുകൾ വിചാരിക്കുന്നുണ്ട് എന്ന് ചില കാര്യങ്ങൾ കഥകൾ കേട്ടപ്പോഴാണ്. സിനിമ ഒരുപാട് മാറി. ഇവിടെ വരുന്നത് നല്ല കുടുംബങ്ങളിൽ നിന്ന് നല്ല വിദ്യാഭ്യാസമുള്ള മിടുക്കികളായിട്ടുള്ള കുട്ടികളാണ്. പണ്ടാണെങ്കിൽ എല്ലാ പെൺകുട്ടികളും നായികയാണെന്ന് പറഞ്ഞിട്ടാ അവര്. പക്ഷെ ഇപ്പൊ വരുന്ന കുട്ടികൾ അങ്ങനെയല്ല പറയുന്നത്. ഞങ്ങൾക്കൊരു 2 സീനാണെങ്കിലും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ വിളിക്കണം സാർ. ഈ നായികമാർക്കും സിനിമയിലേക്ക് പുതുതായി വരുന്ന പെൺകുട്ടികൾക്കൊക്കെ ഒരു പെൺകുട്ടി എന്ന രീതിയിൽ ഒരു പ്രശ്നവും ഇല്ലെന്നാണ് അപ്പൊ പറയുന്നത്. ജനങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ചൂഷണം സിനിമയിൽ ഇപ്പൊ നടക്കുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷം ഞാൻ ഇടപെടുന്ന സ്ഥലങ്ങളിൽ, ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള സ്ഥലങ്ങളിലൊന്നും ഒരു അവസരത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇത്തരം മോശം കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ല. പിന്നെ വ്യക്തിപരമായ ഇഷ്ടങ്ങൾ കൊണ്ട് ആളുകൾ തമ്മിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് സിനിമ തന്നെ വേണമെന്നില്ല, എല്ലാ സ്ഥലത്തും അത് സംഭവിക്കും. ഇനി കുറച്ച് വീട്ടുവിശേഷങ്ങൾ ചോദിച്ചാൽ, ഭാര്യ ടീച്ചറാണെന്നറിയാം. 2 പെൺകുട്ടികളാണ്. എന്ത് ചെയ്യുന്നു അവരൊക്കെ ഇപ്പൊ 2 പേരും? മൂത്ത ആള് MA ഫസ്റ്റ് ഇയർ ആണ്. മദ്രാസിലെ WCCയിലാണ് പഠിക്കുന്നത്. മൂത്ത ആളുടെ പേര് ഐറിൻ എന്നാണ്. അവള് MA ലിറ്ററേച്ചർ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. രണ്ടാമത്തെ ആള് കാതറിൻ, 9th ഒറ്റപ്പാലം. 2 പെൺകുട്ടികളുടെ അച്ഛനാണ്. എന്തെങ്കിലും ഒരു അഡ്വൈസ് കൊടുത്തിട്ടുണ്ടോ അവർക്ക്? അവരോട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് മിതത്വം വേണം. ഓവറായിട്ട് റിയാക്ട് ചെയ്യരുത് ഒരു കാര്യത്തിനോട്. ഇരിക്കുന്ന സ്ഥലം ഏതാണെന്നുള്ളത് എപ്പോഴും ഓർമ്മ വേണം. ഒരുപാട് അഗ്രസീവ് ആവണ്ട. വസ്ത്രധാരണത്തിൽ എപ്പോഴും മാന്യത സൂക്ഷിക്കണം. പക്ഷെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, സംവിധായകൻ ലാൽ ജോസിന്റെ മക്കളാണെന്ന് വിചാരിക്കണ്ട. പ്രൈമറി സ്കൂൾ അധ്യാപക ലീനയുടെ മക്കളാണെന്ന് എപ്പോഴും മനസ്സിൽ വിചാരിക്കും. ഇത് 919 സ്പോട്ട്ലൈറ്റ്. ഡയറക്ടർ ലാൽ ജോസിന്റെ കൂടെ ഞാൻ നീത. ഓൺ റേഡിയോ മാംഗോ 91.9. നാട്ടിലെങ്ങും പാട്ടായി.